എല്ലാവർക്കും ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ പേരുകളും സ്ഥലങ്ങളും ആളുകളുടെ കണ്ടെത്തലുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുമ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ക്വിക്ക് റിവൈസ് എന്തൊക്കെ പഠിച്ചു? യൂറോപ്പിൽ 14-ാം നൂറ്റാണ്ട് മുതൽ മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റങ്ങൾ പ്രധാനമായും നടന്നത് ഇറ്റലിയിലാണ്. ആ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിച്ചു. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഇറ്റലിയിൽ തുടങ്ങിയത് എന്ന് പഠിച്ചു. ഈ മാറ്റങ്ങൾക്കൊക്കെ കേന്ദ്രബിന്ദുവായത് ആരാണ്? മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ ആ മനുഷ്യൻ കേന്ദ്രബിന്ദുവായി മാറിയത് കൊണ്ട് തന്നെ ഈ മാറ്റങ്ങളെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിച്ചത്? ഹ്യൂമനിസം എന്ന പേരിലാണ് പ്രധാനമായും അറിയപ്പെട്ടിരുന്നത്. ഓർമ്മയുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ? ഒരു ഓടിപ്പോണേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ ഓടിപ്പോണം. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? ഈ റിനൈസൻസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാം അല്ലെ? സാംസ്കാരിക മേഖലയിലുണ്ടായ മാറ്റമാണ്. ആ മാറ്റം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും പതിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ്? ചിത്രകല, റിനൈസൻസ് ആർട്ട് പഠിച്ചു. അതുപോലെ തന്നെ റിനൈസൻസ് ശില്പകല, സ്കൾപ്ചർ പഠിച്ചു. ദെൻ റിനൈസൻസ് ആർക്കിടെക്ചറും പഠിച്ചു അല്ലെ? വാസ്തുവിദ്യയെ കുറിച്ചും പഠിച്ചു. അപ്പൊ ഏതൊക്കെ പേരുകളാണ്? വാസ്തുവിദ്യ വളരെ എളുപ്പമാണ്, ഒന്നും ഓർക്കാനില്ല. ഗോത്തിക് ശൈലിയിൽ നിന്നൊരു മാറ്റം വന്നു. പിന്നെ മാറ്റം കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വാസ്തുവിദ്യയിൽ പഠിക്കുന്നത്. ശില്പകലയിലാണെങ്കിലോ, ശില്പകലയിലും ആ ഒരു ഗോത്തിക് ശില്പങ്ങളിൽ നിന്നുള്ള മാറ്റം വന്നു. അത് കൊണ്ടുവന്ന ഒരു രണ്ടാളുടെ പേരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഡൊണാറ്റല്ലോ, പിന്നെ ആരാണ്? മൈക്കലാഞ്ചലോ അല്ലെ? ഡൊണാറ്റല്ലോ, മൈക്കലാഞ്ചലോ. ദാവീദ് ഗട്ടമെലാട്ട ഡൊണാറ്റല്ലോന്റെ പിയാത്തെ എഗെയിൻ ദാവീദിന് മൈക്കലാഞ്ചലോയും ശില്പരൂപത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നീട് നമ്മൾ ചിത്രകലയാണ് പഠിക്കുന്നത്. ചിത്രകല നിങ്ങളൊന്ന് കാര്യമായിട്ട് നോക്കി വെക്കണം. ചിത്രകലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യന്റെ രൂപങ്ങൾക്ക് പ്രാധാന്യം നൽകി, നിറങ്ങൾക്ക് പ്രാധാന്യം നൽകി, പോർട്രേറ്റ്, ഓയിൽ പെയിന്റിങ്സ് ഒക്കെ വന്നു. ഈവൻ ദൈവത്തെ പോലും ആദർശിക്കവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലാണ് ചിത്രീകരിക്കാൻ തുടങ്ങിയത്. ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആരൊക്കെയാന്നാ പറഞ്ഞത്? യെസ്, ലിയോനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, റാഫേൽ, ഡിഷേൻ, ബസാച്ചിയോ, ജിയോട്ടോ. ജിയോട്ടോയ്ക്ക് എന്തായിരുന്നു? ആദ്യമായിട്ട് ഗ്രീക്ക് റോമൻ ശൈലി കൊണ്ടുവന്ന ചിത്രകാരനായിരുന്നു. ബസാച്ചിയോ ഒരു 3D ഷേപ്പ് ഇമേജിലുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ച് വൃത്താകൃത രൂപത്തില് പിക്ചറൊക്കെ വരച്ചൊരു വ്യക്തിയാണ് ബസാച്ചിയോ അല്ലെ? പിന്നെ ആരാണ്? മൈക്കൽ ആഞ്ചലോന്റെ ഏതായിരുന്നു? സീലിംഗ് ഓഫ് സിസ്റ്റൈൻ ചാപ്പലും ലാസ്റ്റ് ജഡ്ജ്മെന്റും ആയിരുന്നു പെയിന്റിങ്സ് പറയുന്നത്. പിന്നെ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ദ ലാസ്റ്റ് സപ്പർ ആൻഡ് ദി മൊണാലിസ. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എഗണി ഇൻ ദ ഗാർഡൻ, ജിയോവനി ബെല്ലിനിയുടെ എഗണി ഇൻ ദ ഗാർഡൻ. പിയാറോ ഡി ഫ്രാൻസിസ്ക, അവരുടെ ഡിപ്റ്റിച്ച് ഓഫ് അല്ലെ? ഫെഡറിക്കോ ഡി മോണ്ടോ ആൻഡ് ബാറ്റിസ്റ്റ സഫ്രോസ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിത്രകലയിൽ പഠിച്ചത്. ഇനി നമുക്ക് നവോത്ഥാന സാഹിത്യത്തെ കുറിച്ച് പഠിക്കാം. തീർച്ചയായും ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് ഇത്, നവോത്ഥാന സാഹിത്യം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ കേട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതേപോലെ തന്നെ കുറച്ച് പേരുകളും അവരുടെ ബുക്സിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേ, നമ്മുടെ വിധിയെ നിർണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ടു ഹോൾഡ് അവർ ഡെസ്റ്റിനി ബട്ട് ഇൻ അവർ സെൽഫ്. നമ്മളുടെ കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത്? നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? ഇതെന്താണ് സംഭവം? നോക്കാം അല്ലെ? ഇൻ ജൂലിയസ് സീസർ, ഷേക്സ്പിയർ explored themes of individual choice, moral conflict and public duty. ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ വ്യക്തിഗത തിരഞ്ഞെടുപ്പ്, ധാർമ്മിക സംഘർഷം, പൊതു കർത്തവ്യം എന്നീ വിഷയങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു ജൂലിയസ് സീസർ നാടകത്തിൽ നിന്നുള്ളൊരു വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. അതിലെന്താണ് പറയുന്നത്? മനുഷ്യ വികാരങ്ങൾക്കും യുക്തിചിന്തകൾക്കും പ്രാധാന്യം നൽകുന്ന മാനവികതാവാദം ഇവിടെ പ്രതിഫലിക്കുന്നു. അപ്പം ഒന്നാമത്തെ സാഹിത്യകാരൻ ആരാണ്? വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ജൂലിയസ് സീസർ. ഓക്കെ, അപ്പൊ റിനൈസൻസ് റൈറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്? അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് സെക്യുലർ ഐഡിയാസിനാണ്. സെക്യുലർ ഐഡിയാസ് അതായത് മതേതര മൂല്യങ്ങൾക്കും അതുപോലെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനും, ഇൻഡിവിജ്വൽ ലിബർട്ടി. ഓക്കെ, ദ
റൈറ്റേഴ്സ്, ലിറ്ററേച്ചർ, ഓക്കെ, അവര് എന്തിനാണ് പ്രാധാന്യം നൽകിയത്? റിനൈസൻസ് കാലഘട്ടത്തിലുള്ളവര് വ്യക്തിഗത സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ലിബർട്ടി, ഓക്കെ, സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകിയത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, മധ്യകാലഘട്ടത്തിൽ സ്കോളാസ്റ്റിസിസം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് അല്ലെ, ഇമോഷണലി ആയിട്ടാണ് എഴുത്തിനെയൊക്കെ കാണാൻ തുടങ്ങിയത്. ഓക്കെ, യൂസ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. രണ്ടാമത് നവോത്ഥാന സാഹിത്യത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്? പ്രാദേശിക ഭാഷയിൽ പുസ്തകങ്ങൾ രചിക്കുവാൻ തുടങ്ങി. കഥകൾ, കവിതകൾ, അങ്ങനെയുള്ള ചെറുകഥകൾ ഒക്കെ പ്രാദേശിക ഭാഷയിൽ. അപ്പൊ ഈ പ്രാദേശിക ഭാഷയിൽ, ലാറ്റിൻ കൂടാതെ പ്രാദേശിക ഭാഷയിൽ രചിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? കൂടുതൽ ജനങ്ങളുടെ എത്തിച്ചേരുകയാണ് അല്ലെ. ആളുകൾ കൂടുതലുമായിട്ടും ഇത് വായിക്കാനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ തുടങ്ങുകയാണ്. അപ്പൊ നവോത്ഥാന സാഹിത്യത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, സാഹിത്യകാരന്മാർ എന്തിനാണ് പ്രാധാന്യം നൽകിയത്? വ്യക്തി സ്വാതന്ത്ര്യത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ മതേതരത്തിനുമാണ് സ്വാതന്ത്ര്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യം, മതേതര മൂല്യം, മാനവികതാവാദം. രണ്ടാമത് എന്താണ്? സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ രചിച്ചത് പ്രാദേശിക ഭാഷയിലാണ്. ലാറ്റിൻ കൂടാതെ പ്രാദേശിക ഭാഷയിലും അവരുടെ കൃതികൾ രചിച്ചു. അപ്പൊ ആരൊക്കെയാണ് അന്നത്തെ ഫേമസ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരെന്ന് നോക്കാം. ഒന്നാമത്തത് ആരാണ്? ഡാന്റേ. ഡാന്റേ, അദ്ദേഹത്തിന്റെ ഏതാണ്? ഡിവൈൻ കോമഡി. അദ്ദേഹം രചിച്ച പുസ്തകമാണ് ഡിവൈൻ കോമഡി. എന്താണ് ഡിവൈൻ കോമഡി നോക്കാം. ഓക്കെ, എന്താണ് കാണിക്കുന്നത്? ഡിസ്ക്രൈബ്സ് ആൻ ഇമാജിനറി ജേർണി ത്രൂ ഹെൽ, പർഗേറ്ററി ആൻഡ് പാരഡൈസ്. ഒരു സാങ്കല്പിക യാത്രയാണ്. ഇതിലൂടെയൊക്കെയാണ് പോകുന്നത്? ത്രൂ ഹെൽ, നരകം, സ്വർഗം, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ശുദ്ധീകരണ സ്ഥലം. അതായത് നമ്മളിപ്പോ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒന്നുകിൽ നരകത്ത് പോവും അല്ലെങ്കിൽ സ്വർഗത്ത് പോവും. അപ്പൊ ഈ നരകത്തിലും സ്വർഗത്തിലും പോകുന്നതിന്റെ ഇടയിൽ ഒരു ശുദ്ധീകരണം, നമ്മളെ നന്നാക്കി എടുത്തിട്ട്, നരകത്തിൽ നിന്ന് നന്നാക്കി എടുത്തിട്ടാണ് എങ്ങോട്ട് വിടുന്നത്? സ്വർഗത്തിലേക്ക് വിടുന്നത്. അതിലൂടെയുള്ളൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു കഥയാണ് എന്തിലൂടെ പറയുന്നത്? ഈ ഡിവൈൻ കോമഡിയിലൂടെ ഡാന്റേ പറയുന്നത്. ഓക്കെ, ഡാന്റേ ഫേമസ് ബുക്ക് ഡിവൈൻ കോമഡി. അതുകൂടാതെ ഈ കഥയിൽ അദ്ദേഹം എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്? മനുഷ്യവികാരങ്ങൾ, രാജ്യസ്നേഹം, പ്രകൃതി സൗന്ദര്യത്തോടുള്ള സ്നേഹം എന്നിവയെ കുറിച്ചും ഇതിൽ പറയുന്നു. ഓക്കെ, അദ്ദേഹം ഇത് ഏത് ഭാഷയിലാണ് എഴുതിയത്? ഇറ്റാലിയനിലാണ് ഡിവൈൻ കോമഡി രചിച്ചത്. ഓക്കെ, അപ്പൊ ലാറ്റിനിൽ നിന്ന് മാറിയിട്ട് ഡാന്റേ ഡിവൈൻ കോമഡി രചിച്ചത് ഇറ്റാലിയൻ ലാംഗ്വേജിലാണ്. ഓക്കെ, അപ്പൊ ആരാണ് ഒന്നാമത്തെ സാഹിത്യകാരൻ? ഡാന്റേ. ഡാന്റേ ദ ബുക്ക് ഡിവൈൻ കോമഡി. ദെൻ രണ്ടാമത്തത് പെട്രാർക്ക്. പെട്രാർക്ക്, ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഹ്യൂമാനിസം ഓർ ഫാദർ ഓഫ് റിനൈസൻസ് എന്ന പേരിലും പെട്രാർക്ക് അറിയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള, എന്തുകൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് അറിയപ്പെട്ടത് നോക്കാം. അതിൽ അദ്ദേഹം എഴുതിയ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഏതാണ്? ലോറയ്ക്ക് വേണ്ടി വൈകാരികമായ സോണറ്റുകൾ ധീരവും അതുല്യവുമായ ശൈലിയിൽ എഴുതി. ഓക്കെ, നോട്ട് ഇമോഷണൽ സോണറ്റ് ഫോർ ലോറ. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. ഓക്കെ, ഒരു പ്രോസ് ആയിരുന്നു. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങളാണ് പെട്രാർക്കിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക്. അതിലെന്താണ് കാണിക്കുന്നത്? ഹ്യൂമനിസ്റ്റിക് വാല്യൂ, ബട്ട് ഹി റോട്ട് ഇറ്റ് ഇൻ ലാറ്റിൻ. ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം ആ ഒരു പ്രണയഗീതങ്ങൾ എഴുതിയത്. ഓക്കെ, അപ്പൊ അതിലും എന്താണ്? പ്രണയം എന്നുള്ള ഒരു ഹ്യൂമൻ ഫീലിങ്ങിനെ കുറിച്ചാണ് കൂടുതലായും പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഫാദർ ഓഫ് ഹ്യൂമനിസം എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹം ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, മാനവികതാവാദത്തിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി, അതിനുവേണ്ടി വാദിച്ച ഒരു സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാദർ ഓഫ് ഹ്യൂമനിസം എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് നവോത്ഥാന സാഹിത്യത്തെ കുറിച്ചാണ്. എന്താണ് നവോത്ഥാന സാഹിത്യത്തിന്റെ പ്രാധാന്യം? എന്തിനൊക്കെയാണ് സാഹിത്യകാരന്മാർ പ്രാധാന്യം നൽകിയത്? വ്യക്തി സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മാനവികതാവാദം, അതേപോലെ മതേതരത്വം. ഈ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. പിന്നെ കൂടുതലും അവരുടെ രചനകൾ പ്രാദേശിക ഭാഷയിൽ ആയിരുന്നു. അപ്പം ഒന്നാമത്തെ സാഹിത്യകാരൻ ഡാന്റേ. ഡാന്റേയുടെ ബുക്ക് ഏതാണ്? ഡിവൈൻ കോമഡി. സെക്കൻഡ് വൺ പെട്രാർക്ക്. ഓക്കെ, എന്താണ് പെട്രാർക്കിന്റെ ബുക്കിന്റെ പേര്? ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. മൂന്നാമത് ബൊക്കാച്ചിയോ. ബൊക്കാച്ചിയോ The Decameron. The Decameron is a collection of stories reflecting human nature and wit. മനുഷ്യ സ്വഭാവവും ബുദ്ധി സാമർത്ഥ്യവും പ്രതിഫലിക്കുന്ന കഥകളുടെ ഒരു ശേഖരമാണ് ഡെക്കാമറൻ. മതേതരവും റൊമാൻറ്റിക് ആയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓക്കെ, മൂന്നാമത്തതായിട്ട് ബൊക്കാച്ചിയോ
ഡെക്കാമെറൻ. നെക്സ്റ്റ് മാക്കിയവെല്ലി, മറ്റൊരു പ്രധാനപ്പെട്ട സാഹിത്യകാരനായിരുന്നു നിക്കോളോ മാക്കിയവെല്ലി. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ പ്രിൻസ്. ഓക്കെ, അപ്പം ഇതിൽ അദ്ദേഹം കൂടുതലും രാഷ്ട്രീയപരമായ കാര്യങ്ങളെ കുറിച്ചാണ് എഴുതിയത്. രാജാവ് എങ്ങനെയായിരിക്കണം, ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം, രാജാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നിക്കോളോ മാക്കിയവെല്ലി ദ പ്രിൻസ് എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നത്. പ്രാക്ടിക്കൽ, ഓക്കെ, ദ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനെ കുറിച്ചാണ് നിക്കോളോ മാക്കിയവെല്ലി ദ പ്രിൻസ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മാക്കിയവെല്ലിയുടെ അഭിപ്രായത്തില് എങ്ങനെ ആയിരിക്കണം ഒരു രാജാവ് എന്നാണ്, ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. ഓക്കെ, ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. ഓക്കെ, അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രമിക്കണം. എന്താണ്, ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും അതൊരു രാജാവ് വകവെക്കേണ്ടതില്ല. അപ്പൊ രാജാവ് എങ്ങനെയായിരിക്കണം, അവൻ കരുണയുള്ളവനായിരിക്കണം, എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണുന്നവൻ, അവന്റെ സബ്ജക്ട്സ് പീപ്പിളിനെ യു ഹാവ് ടു കൺസിഡർ ഈക്വലി, ഒരു ഡിഫറൻസ് ഇല്ലാതെ കാണുന്നവനായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാനും പാടില്ല എന്നാണ് ആര് പറയുന്നത്, മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ പ്രിൻസിലൂടെ പറയുന്നത്. ഓക്കെ, രാജാവിനെ കുറിച്ചുള്ള മാക്കിയവെല്ലിയുടെ കാഴ്ചപ്പാടാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി എന്തൊക്കെയാണ് മാക്കിയവെല്ലി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യുക. എന്തെല്ലാമാണ് മാക്കിയവെല്ലി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ? നോക്കിയേ നിങ്ങൾ, ആർക്കാണ് പ്രാധാന്യം നൽകുന്നത്? രാജാവ് യുദ്ധത്തിനാണോ? അല്ല, രാജാവ് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ വെൽഫെയർ, ക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കരുണയുള്ളവനായിരിക്കണം രാജാവ് എന്നാണ് മാക്കിയവെല്ലി അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ പ്രിൻസിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നവോത്ഥാന സാഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. സാഹിത്യകാരന്മാർ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത്? വ്യക്തി സ്വാതന്ത്ര്യം, മാനവികത, അതുപോലെ മതേതരത്വം. പിന്നെ ഇവർ പുസ്തകങ്ങൾ രചിച്ചത് പ്രാദേശിക ഭാഷയിലും ആയിരുന്നു. ഇപ്പൊ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണ്? ഡാന്റേ, ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ, ഡെക്കാമെറൻ. ഓക്കെ, ബൊക്കാച്ചിയോ ഡെക്കാമെറൻ എന്ന് പറയുന്നത് സത്യത്തിലൊരു അതിലെ സ്റ്റോറി എന്ന് പറയുന്നത് അറിയോ, നമ്മൾ ബ്ലാക്ക് ഡെത്ത് പഠിച്ചില്ലേ, ആ ബ്ലാക്ക് ഡെത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 10 യുവാക്കള് എന്താ പറയാ ഒരു ഇങ്ങനെ ക്വാറന്റൈൻ മാതിരി ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ചു കാലം ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സും അതിലുള്ള അവർ തമ്മിലുള്ള തമാശകളും അങ്ങനെയുള്ള ഒരു യുവത്വത്തിന്റെ ഓരോരോ കാര്യങ്ങളെ കുറിച്ചാണ് ആ ഒരു ബൊക്കാച്ചിയോ ഡെക്കാമെറൻ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ ഡാന്റേയുടെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ഡെക്കാമെറൻ, പിന്നെ പെട്രാർക്ക്, ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഹ്യൂമനിസം, അദ്ദേഹത്തിന്റെ ഏതാണ് ലോറക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ. അതുപോലെ മാക്കിയവെല്ലി ഏതാണ് ദ പ്രിൻസ്. പ്രിൻസ് എന്താണ്? ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബുക്കാണ്. രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയായിരിക്കണം രാജാവ്, രാജ്യഭരണം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഏത് പുസ്തകത്തിൽ പറയുന്നത്? ദ പ്രിൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, ജെൻസിന്റെ മേഖല മാത്രമൊന്നുമല്ല, ലേഡീസും ഉണ്ട്. എഴുത്തുകാരികളായിട്ടുള്ള ഒരുപാട് വിമൻ റൈറ്റേഴ്സും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ആര്? കസാൻഡ്ര ഫെഡലെ. കസാൻഡ്ര ഫെഡലെ, എന്ത് രസമുള്ള പേരുകളല്ലേ. നോക്കിയേ നിങ്ങൾ, എ റിനൗണ്ട് ഫീമെയിൽ ഹ്യൂമനിസ്റ്റ് ആൻഡ് റൈറ്റർ ഓഫ് ദ ഇറ്റാലിയൻ റിനൈസൻസ്, കസാൻഡ്ര ഫെഡലെ. ഇറ്റാലിയൻ നവോത്ഥാനത്തിലെ പ്രമുഖ മാനവികതാവാദിയും എഴുത്തുകാരിയും അഡ്വക്കേറ്റഡ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. എന്തിനെ കുറിച്ചാണ് അവർ ആവശ്യപ്പെട്ടത്? സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യകതയെ കുറിച്ച് പറഞ്ഞ ഒരു എഴുത്തുകാരിയായിരുന്നു കസാൻഡ്ര ഫെഡലെ. അവരെന്താ ചെയ്തത്? അവരുടെ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ശക്തമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വാദിച്ച ഒരു എഴുത്തുകാരിയായിരുന്നു കസാൻഡ്ര ഫെഡലെ. ഓക്കെ, ഇറ്റലിയിലെ പ്രമുഖ മാനവികതാവാദികളുമായി കത്തുകളിലൂടെ ബന്ധം സ്ഥാപിച്ചു. അവരുടെ കൃതികൾ അച്ചടിക്കപ്പെടുകയും പ്രചാരം നേടുകയും ചെയ്തു. ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഒരു വിമൻ റൈറ്റർ ആരാണ്? കസാൻഡ്ര ഫെഡലെ. അവരെന്താ ചെയ്തത്?
എന്താ ചെയ്തത്? അഡ്വക്കേറ്റഡ് ഫോർ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിച്ച ഒരു എഴുത്തുകാരിയായിരുന്നു കസാൻഡ്ര ഫെഡലെ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇറ്റലിയിൽ മാത്രമേ റിനൈസൻസ് ഉണ്ടായിട്ടുള്ളൂ എന്ന്. അല്ല, സത്യത്തിൽ ഇറ്റലിയിൽ നിന്ന് അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സാഹിത്യകാരന്മാരൊക്കെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നവോത്ഥാന ആശയങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും പുതിയ സാഹിത്യകൃതികൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ആരൊക്കെയാണ്? ഇറാസ്മസ് അദ്ദേഹം എഴുതിയ ബുക്ക് ഏതാണ്? ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇൻ പ്രൈസ് ഓഫ് ഫോളി നെതർലാൻഡ്സിലാണ്. ഓക്കെ, നെതർലാൻഡ്സുകാരനായ ഇറാസ്മസ് എഴുതിയ പുസ്തകമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഓക്കെ, വിഡ്ഢിത്തത്തെ പുകഴ്ത്തൽ എന്നുള്ളൊരു പുസ്തകമാണത്. രണ്ടാമത്തത് ജെഫ്രി ചോസർ, ഇംഗ്ലണ്ടുകാരനായ ജെഫ്രി ചോസർ. അദ്ദേഹം എന്താണ് എഴുതിയത്? കാന്റർബറി ടെയിൽസ് ആണ്. മൂന്നാമത്തത് വീണ്ടും ഒരു ഇംഗ്ലണ്ടുകാരനായ തോമസ് മൂർ, ഉട്ടോപ്പിയ. ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഉട്ടോപ്പിയ, തോമസ് മൂറിന്റെ. ദെൻ സ്പെയിൻകാരനായിട്ടുള്ള മൈക്കിൾ ഡി സെർവാന്റിസ്, അദ്ദേഹം എഴുതിയതാണ് ഡോൺ ക്വിക്സോട്ട്. ഓക്കെ, ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ് ആരാണ്? ഫ്രാൻസോസ് റബാലിയസ്. ഏതാണ് പേരെന്താണ്? ഗർഗാന്റുവ ആൻഡ് പെന്റഗ്രുവൽ. ഫ്രാൻസുകാരനായ എഴുത്തുകാരനാണ്. അപ്പം ഇറ്റാലിയൻ സാഹിത്യം അവിടെ തുടങ്ങിയിട്ട് അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഗ്രാജുവലി സ്പ്രെഡ് ടു ദി അതർ പാർട്സ് ഓഫ് യൂറോപ്പ്. അപ്പൊ അവിടെയും ഇതുപോലെയുള്ള നവോത്ഥാന സാഹിത്യകാരന്മാർ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ആ സാഹിത്യകാരന്മാർ എന്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടാവുക? വ്യക്തി സ്വാതന്ത്ര്യം, മാനവികത, മതേതരത്വം. അപ്പൊ അത് ആരൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡാന്റേ, ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ, ഡെക്കാമറൻ. ദെൻ ഇൻ പ്രൈസ് ഓഫ് ഫോളി ഇറാസ്മസ്, ഡോൺ ക്വിക്സോട്ട്. ആരാണ്? സെർവാന്റസ്. ദെൻ തോമസ് മോർ, ഉട്ടോപ്പിയ. ദെൻ ജെഫ്രി ചോസർ, കാന്റർബറി ടെയിൽസ്. ആരായിരുന്നു? വിമൻ എംപവർമെന്റിന് വേണ്ടി വാദിച്ച ഒരു എഴുത്തുകാരി കസാൻഡ്ര ഫെഡലെ. അപ്പം ഇത്രയാണ് നമ്മൾ ഇറ്റാലിയൻ സാഹിത്യത്തെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഈ സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് എന്ത് കാരണമായി? ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ്, ഇൻട്രഡക്ഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ്. അപ്പൊ നമുക്കറിയാം പ്രിന്റിംഗ് പ്രസ് ആരാണ് കണ്ടെത്തിയത്? ജൊഹാൻ ഗുട്ടൻബർഗ്, അല്ലെ? ജർമ്മനിയിലുള്ള ഒരു ജൊഹാൻ ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു സിറ്റിയായ സ്ട്രാൻസ്ബർഗിലുള്ള ജൊഹാൻ ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് കണ്ടെത്തിയത്, അല്ലെ? അപ്പൊ അച്ചടി യന്ത്രം കണ്ടെത്തിയതോടുകൂടെ അറിവിന്റെ വ്യാപനത്തിന്, ഈ ഒരു ലിറ്ററേച്ചർ സാഹിത്യത്തിന്റെ സ്പ്രെഡിന് കാരണമായി മാറുകയാണ് അച്ചടി യന്ത്രം. എങ്ങനെയാണ് നോക്കിയേ? ഇമ്പാക്ട് ഓഫ് പ്രിന്റിംഗ് പ്രസ്, അച്ചടി യന്ത്രത്തിന്റെ സ്വാധീനം. ജൊഹാനസ് ഗുട്ടൻബർഗ് invented the first printing press in Europe in the 15th century. It was made of metal movable types. എന്താണ്? പ്രിന്റിംഗ് പ്രസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സ്പ്രെഡ് ഓഫ് നോളേജ്. ഇങ്ങനെ പ്രിന്റിംഗ് പ്രസ് വന്നതോടുകൂടെ അറിവിന്റെ വ്യാപനം. ദെൻ പ്രോഗ്രസ് ഇൻ ലിറ്ററസി, ആളുകൾക്ക് ലിറ്ററസി റേറ്റ് കൂടുകയാണ്, എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങുകയാണ്. വൈഡ് അവൈലബിലിറ്റി ഓഫ് ബുക്സ്, പുസ്തകങ്ങൾ ധാരാളമായിട്ട് കിട്ടിത്തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഗ്രോത്ത് ഓഫ് പബ്ലിക് റീഡിംഗ്, പൊതുവായിട്ട് ആളുകൾ പുസ്തകങ്ങൾ ലൈബ്രറിയിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് പബ്ലിക് പ്ലേസുകളിൽ ഇരുന്നിട്ട് പുസ്തകങ്ങൾ വായിക്കാനും കൈമാറ്റം ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടെത്തലോടുകൂടെ കാരണമായി എന്നാണ് പറയുന്നത്. അപ്പൊ നവോത്ഥാന കാലത്തെ സാഹിത്യത്തെ ഒന്നുകൂടെ ശക്തി പ്രാപിക്കാൻ എന്ത് സഹായിച്ചു? ദിസ് ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ബൈ ജൊഹാൻ ഗുട്ടൻബർഗ്. ഓക്കെ, അപ്പൊ ജൊഹാൻ ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടെത്തിയോടുകൂടെ അറിവിന്റെ വ്യാപനം ഉണ്ടാവുകയാണ്. സ്പ്രെഡ് ഓഫ് നോളേജ്, വൈഡ് അവൈലബിലിറ്റി ഓഫ് ബുക്സ്, അല്ലെ? എങ്ങനെയാണ്? റീജിയണൽ ലാംഗ്വേജസ്, വെർണാക്കുലർ ലോക്കൽ ലാംഗ്വേജസിലൊക്കെ ബുക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ബുക്കുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ പുസ്തകങ്ങൾ കേൾക്കാനും വായിച്ചു കൊടുക്കാനും വായിച്ചു കേൾക്കാനും അവരുടെ ലിറ്ററസി റേറ്റ് കൂടുവാനും ഒക്കെ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്? പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഹ്യൂമനിസം ആൻഡ് റിനൈസൻസ് ലിറ്ററേച്ചർ. ഒരു ഷുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു റിനൈസൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് സത്യത്തിൽ ഇത് പഠിക്കാം. ഓക്കെ, എന്തെഴുതുമ്പോഴും നിങ്ങൾക്ക് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. റിനൈസൻസ് ആർട്ട് ചോദിച്ചാലും ലിറ്ററേച്ചർ ചോദിച്ചാലും ഒക്കെ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുത്തത് എന്ന് പറയണം. ഹ്യൂമനിസം, സെക്യുലറിസം, ഇൻഡിവിജ്വൽ ലിബർട്ടി. ഓക്കെ, ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചിത്രകല ഉണ്ടായിരുന്നത്, ശില്പകല ഉണ്ടായിരുന്നത്, സാഹിത്യം ഉണ്ടായിരുന്നത് എന്ന രീതിയിൽ തുടങ്ങിയിട്ട്
ഈ ആളുകളുടെ പേരും അവരുടെ കൃതികളും രചനകളും ഒക്കെ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്. അപ്പൊ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? നവോത്ഥാന ചിത്രകല കഴിഞ്ഞു, ശില്പകല കഴിഞ്ഞു, വാസ്തുവിദ്യ കഴിഞ്ഞു, സാഹിത്യം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നവോത്ഥാനവും ചരിത്രരചനയും എന്നുള്ള ഭാഗത്തെ നോക്കാം. ചരിത്രത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നവോത്ഥാന കാലഘട്ടത്തിൽ എന്ന് നോക്കാം. സോ ആക്ച്വലി നമ്മളുടെ പഠനത്തിന്റെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചരിത്രത്തിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അറിയാവോ നിങ്ങൾക്ക്? ഒന്നാമത്തതാണ് എന്താണ്? ആൻഷ്യൻ പീരീഡ്, പുരാതന കാലഘട്ടം എന്ന് നമുക്ക് പറയാം. പ്രാചീന കാലഘട്ടം, അതായത് നമ്മുടെ ആ ഒരു ഹ്യൂമൻ സിവിലൈസേഷന്റെ പീരീഡ്, അതിൽ നിന്ന് വന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ആൻഷ്യൻ പീരീഡ് അഥവാ പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ഏതാണ്? മധ്യകാലഘട്ടം. ഈ പാഠത്തിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഏത്? ആധുനിക കാലഘട്ടം. അപ്പം ഈ ഒരു രീതിയിൽ ചരിത്രത്തെ ഡിവൈഡ് ചെയ്തത് എപ്പോഴാണ്? ഡ്യൂറിംഗ് ദ ടൈം ഓഫ് റിനൈസൻസ്. ഓക്കെ, ലോക ചരിത്രത്തെ, വേൾഡ് ഹിസ്റ്ററി വാസ് ഡിവൈഡഡ് ഇൻടു 3 periods ഫോർ ഈസി സ്റ്റഡി. നമ്മുടെ പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലോക ചരിത്രത്തെ 3 കാലഘട്ടങ്ങളായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആൻഷ്യൻ പീരീഡ്, പ്രാചീന കാലഘട്ടം. ഏതൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ കാട്ടിൽ ജീവിച്ചു, അവിടെ നിന്ന് തീ കണ്ടുപിടിച്ചു, പിന്നെ എന്താണ് മറ്റേ വീല് കണ്ടുപിടിച്ചു, പിന്നെ ലൈഫ് സെറ്റിൽ ചെയ്തു. ഇൻഡസ് വാലി, റിവർ വാലി സിവിലൈസേഷൻസ്, നോട്ട് ഇൻഡസ് വാലി, റിവർ വാലി സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത്. ആ പ്രാചീന കാലഘട്ടത്തിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഒരു മധ്യകാലഘട്ടം ഉണ്ടായി അല്ലെ. മധ്യകാലഘട്ടം കഴിഞ്ഞു. എപ്പോഴാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്? ആ ഒരു പീരീഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. CE 5th century, then CE 15th century. CE 15th centuryക്ക് ശേഷമുള്ളത് അല്ലെ, 5th century വരെയുള്ള കാലഘട്ടം ആൻഷ്യൻ പീരീഡ് എന്നും 5th to 15th century വരെയുള്ള കാലഘട്ടം മിഡീവൽ പീരീഡ് എന്നും 15th centuryക്ക് ശേഷമുള്ള കാലഘട്ടത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മോഡേൺ പീരീഡ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഈ മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എ ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ. അതെപ്പോഴാണ് ഉണ്ടായത്? റിനൈസൻസ്. അപ്പൊ നമുക്ക് എങ്ങനെ റിനൈസൻസിനെ ഡിഫൈൻ ചെയ്യാം? റിനൈസൻസ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം മിഡീവൽ ഏജ് ടു ദി മോഡേൺ വേൾഡ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റിനൈസൻസിനെ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നുകൂടെ വിളിക്കുന്നത്. അപ്പൊ നവോത്ഥാന കാലത്ത് ചരിത്രത്തെ. ഓക്കെ, അപ്പൊ അതാരാണ് ചെയ്തത്? ദിസ് ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയനാർഡോ ബ്രൂണി. ഓക്കെ, ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയനാർഡോ ബ്രൂണി ഡ്യൂറിംഗ് ദ റിനൈസൻസ്. ഈ വർഗീകരണം, ഈ ഒരു ഡിവിഷൻ നവോത്ഥാന കാലത്ത് ഇറ്റാലിയൻ ചരിത്രകാരന്മാരായ ഫ്ലാവിയോ ബിയോണ്ടയും ലിയനാർഡോ ബ്രൂണിയും ചേർന്നാണ് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇവരുടെ പേര് പഠിക്കണം. ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയനാർഡോ ബ്രൂണി. ഓക്കെ, അപ്പൊ ചരിത്രത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചരിത്രത്തെ ഡിവൈഡ് ചെയ്തത്? പഠനത്തിന്റെ ഒരു എളുപ്പത്തിന് വേണ്ടി. ഏതൊക്കെയാണ്? പ്രാചീനം, മധ്യകാലം, ആധുനികം അല്ലെ. ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ ഏജ്. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഹിസ്റ്റോഗ്രാഫിക്കൽ പെർസ്പെക്റ്റീവ്. ചരിത്ര രചനയിലെ വീക്ഷണഗതിയിലുണ്ടായ മാറ്റം എന്താണെന്ന് നോക്കാം. മധ്യകാലഘട്ടത്തിലെ ചരിത്രരചന ചരിത്രത്തെ ദൈവിക നിയന്ത്രണത്തിലുള്ള ഒന്നായി കണക്കാക്കിയിരുന്നു. അതാണ് ഏറ്റവും, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, മധ്യകാലഘട്ടത്തിൽ ആർക്കാണ് പ്രധാനം? ദൈവത്തിനാണ്, ഡിവൈൻ അല്ലെ. ഇപ്പൊ രാജാവാണെങ്കിലും കൂടെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താണ്? ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ് ആണ്. എന്താണ് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാല്? രാജാവായത് ദൈവം നേരിട്ട് എന്നെ രാജാവാക്കിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. രാജാവ് ആരോട് മാത്രം ആൻസർ ചെയ്താൽ മതി? ആൻസറബിൾ ടു ദ ഗോഡ് ഓൺലി. ഓക്കെ, ആ ഒരു വിശ്വാസത്തെയാണ് എന്ത് പറയുന്നത്? ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ഗോഡിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. അതിൽ നിന്ന് നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ദൈവാധിഷ്ഠിത വീക്ഷണം എന്തിലേക്ക് മാറി? മനുഷ്യ കേന്ദ്രീകൃതമായി വിശദീകരണങ്ങൾക്ക് വഴിമാറി. സന്യാസിമാരുടെയും പുരോഹിതന്മാരുടെയും കാലഗണനാ രേഖകളിൽ നിന്ന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് റിനൈസൻസ് കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ വന്ന പ്രധാനമായ മാറ്റം. അപ്പം ചരിത്രവും ആരെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി?
മനുഷ്യ കേന്ദ്രീകൃതമായി മാറുകയാണ് തുടങ്ങിയത്. എങ്ങനെയാണ്? അതിനു വേണ്ടിയിട്ട് ശിലാലിഖിതങ്ങൾ, അല്ലെ, ശിലാലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ, ചരിത്രകാരന്മാർ താഴെ പറയുന്ന പുരാവസ്തുപരമായ വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. ശിലാലിഖിതങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി, അല്ലെ. ദൈവത്തിന്റെ അമ്പലങ്ങളോ അതിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന, ട്രേഡിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന നാണയങ്ങള്, അവര് ഉപയോഗിച്ചിരുന്ന, നിങ്ങൾക്ക് ഇപ്പം പറയുകയാണെങ്കിൽ എന്താ പറയാ, മോഹൻജദാരോ, അതുപോലെ തന്നെ എളുപ്പത്തിന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഇൻഡസ് വാലി പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കോയിൻസ് അവർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങള്, ആൻഷ്യൻ മാനുസ്ക്രിപ്റ്റ്സ്, അതിനൊക്കെയാണ് പ്രാധാന്യം നൽകി വന്നത്. പ്രാചീന ഗ്രന്ഥങ്ങൾ ശേഖരിക്കാനും സംരക്ഷിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ തുടർന്നു. അപ്പൊ ആർക്കിയോളജിക്കൽ ഫാക്ട്സ് ഒക്കെ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു കാലഘട്ടമായി മാറുകയാണ് ഏത്, ആൻഷ്യൻ പീരീഡിൽ നിന്ന് മാറിയിട്ട് മിഡീവലിലെത്തി, അവിടെ നിന്നും മാറിയിട്ട് മോഡേൺ ഏജ് ആയപ്പോൾ. ഓക്കെ, അപ്പൊ ആ മധ്യകാലഘട്ടത്തിൽ നിന്നും മാറിയിട്ട് എന്തിലേക്കാണ് വന്നത്? ദൈവകേന്ദ്രീകൃതമായ കാലഘട്ടത്തിൽ നിന്നും മാറി മനുഷ്യ കേന്ദ്രീകൃതമായ കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു. മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെയൊക്കെ ചരിത്രം അന്വേഷിച്ചു പോവാണ്. മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങള്, അവനുപയോഗിച്ചിരുന്ന നാണയങ്ങള്, അവരുപയോഗിച്ചിരുന്ന കൈമാറ്റ വ്യവസ്ഥിതികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും ചരിത്ര എന്താ പറയാ സൂക്ഷിപ്പുകളും ശേഷിപ്പുകളും ഒക്കെ അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഇങ്ങനെ മനുഷ്യന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടെ ഒരു വിമർശനാത്മക ചിന്തയും വരികയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് വരികയാണ്. റിനൈസൻസ് പ്രൊമോട്ടഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് മെത്തേഡ്സ് ഇൻ ഹിസ്റ്ററി. അപ്പം എന്താണ് ആ ഒരു മിത്ത് അല്ലെങ്കിൽ ലെജൻഡ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ രൂപവും ഭാവവും ഒക്കെ കൊടുത്തിട്ടുള്ള കഥകളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവുകയാണ്. ക്രിട്ടിക്കലി ആയിട്ട് അതൊക്കെ റാഷണൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് ആളുകളാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഉദാഹരണത്തിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അല്ലെ, മഴ എന്ന് പറയുമ്പോൾ ഒരു ദൈവമാണ്, ആ ദൈവം കോപിച്ചിട്ടാണ് ഭൂമിയിൽ ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് മഴ ഉണ്ടായത് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിന്നൊക്കെ മാറിയിട്ട് എന്താണ് അതിനൊക്കെ ഒരു യുക്തിചിന്ത ഉണ്ട്. ഇപ്പൊ മഴ പെയ്യാനാണെങ്കിൽ കാരണം എന്താണ്, അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുകയാണ്, അതിന് കാരണം എന്താവാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ യുക്തിപൂർവം കണ്ടെത്താൻ, ഒരു സയന്റിഫിക്കലി ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ആളുകൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പം അതിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്തത് എന്താണ്? നിക്കോളോ മാക്യുവെല്ലി ചരിത്ര സംഭവങ്ങളിൽ രാഷ്ട്രീയപരമായ വിശകലനം പ്രയോഗിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ വിവരണങ്ങൾക്ക് പ്രാധാന്യം നൽകി. അപ്പൊ ചരിത്രത്തിലും എന്താണ്, ആർക്കാണ് ഇമ്പോർട്ടൻസ് വന്നത്? മനുഷ്യനും രാഷ്ട്രത്തിനും പ്രാധാന്യം വരികയാണ്. അപ്പൊ രാഷ്ട്രത്തിന് പ്രാധാന്യം കൊണ്ടുവന്ന ഒരു എഴുത്തുകാരനായിരുന്നു നിക്കോളോ മാക്യുവെല്ലി. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതായിരുന്നു? ദ പ്രിൻസ്, അല്ലെ. അപ്പൊ രാജാക്കന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക, രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. ആ ഒരു ഡിവൈൻ റൈറ്റ് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് രാജാവ് എന്ന കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുകയാണ് എപ്പോ? റിനൈസൻസ് കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പൊ എന്താണ്, രാജാക്കന്മാരൊക്കെ അവരുടെ ഡെയിലി കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാനൊക്കെ തുടങ്ങി. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരർ ദിനവൃത്താന്തങ്ങൾ എന്ന് വിളിച്ചു, ഡെയിലി ക്രോണിക്കിൾസ്. ഓക്കെ, കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവ ആയിരുന്നു. ഓരോ രാജാവിന്റെ കാലഘട്ടത്തിലും എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ ഡെയിലി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചരിത്രകാരന്മാർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. കുറച്ച് ടഫാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ടഫൊന്നും ആവേണ്ട കാര്യമില്ല. നമ്മൾ എന്താ പറയുന്നത്? നവോത്ഥാന കാലവും ചരിത്ര രചനയും, അല്ലെ. അപ്പൊ ചരിത്രത്തെ എങ്ങനെയാണ് ഭാഗിച്ചത്? 3 ഭാഗിച്ചു. ഏതൊക്കെയാണ്? പുരാതനം, മധ്യകാലം, ആധുനികം, അല്ലെ. ആൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് റിനൈസൻസ് കാലഘട്ടത്തിലാണ്. ഓക്കെ, 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ആൻഷ്യൻ പീരീഡ് എന്നറിയപ്പെടുന്നു. 5 മുതൽ 15 വരെ മിഡീവൽ പീരീഡ്, 15ന് ശേഷമുള്ളത് മോഡേൺ പീരീഡ്, അല്ലെ. അപ്പൊ അതാരാണ് പറഞ്ഞത്? ആരൊക്കെയായിരുന്നു? ബ്രൂണി. അങ്ങനെ അവരെന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളും, പിന്നെ ചരിത്രത്തിൽ ആർക്കാണ് പ്രാധാന്യം വന്നത്? മനുഷ്യനും അവന്റെ ക്ഷേമത്തിനുമാണ് പ്രാധാന്യം വന്നത്. രാജാക്കന്മാരും അവരുടെ ആ ഒരു ദൈവിക റൈറ്റ്, അവകാശം എന്നുള്ളതിൽ നിന്ന് മാറി മനുഷ്യക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചരിത്രരചനയെ ശാസ്ത്രീയമാക്കുന്നതിൽ നവോത്ഥാനം വഹിച്ച പങ്ക് വ്യക്തമാക്കുക. അപ്പൊ എങ്ങനെയാണ് ശാസ്ത്രീയമാക്കി മാറ്റിയത്? ചരിത്രത്തിൽ എന്തിന് പ്രാധാന്യം കൊടുത്തു? മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾക്ക്, നാണയങ്ങൾ, അവന്റെ കാലഘട്ടങ്ങൾ, അവൻ ജീവിച്ചു വന്ന രീതികൾ, അവൻ കണ്ടെത്തിയ മാറ്റങ്ങൾ, അതിലൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചരിത്രരചനയെ ശാസ്ത്രീയമാക്കാൻ ആര് ശ്രമിച്ചു? നവോത്ഥാന കാലത്തിൽ ശ്രമം നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്താ പഠിച്ചത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയാണ് അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിച്ചു വരുന്നത്? ചാപ്റ്ററിന്റെ പേരാണ് ഹ്യൂമനിസം. ഓക്കെ, മാനവികത. എവിടെയാണ് മാറ്റമുണ്ടായത്? യൂറോപ്പ്, അല്ലെ? എ ചേഞ്ച് ഹാപ്പൻഡ് ഇൻ യൂറോപ്പ്, എസ്പെഷ്യലി ഇൻ ഇറ്റലി, ഫ്രം ദി 14th century onwards. ഫ്രം ദി 14th century. ഈ മാറ്റത്തെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിച്ചത്? റിനൈസൻസ്. ഓക്കെ, സോ ഈ റിനൈസൻസിന് കുറെ അധികം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, ഹ്യൂമാനിസം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാഠം മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിച്ചു റിനൈസൻസ് എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ തുടങ്ങിയത്. അപ്പൊ റിനൈസൻസ് ഇറ്റലിയിൽ തുടങ്ങാനുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞേ. ഒന്നാമത്തത് എന്തായിരുന്നു? ഇറ്റലിയുടെ ജോഗ്രാഫിക്കൽ പൊസിഷൻ ആണ്. അതുകൂടാതെ അവിടെയൊക്കെ ഒരു വെൽത്തി ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ക്രൂസൈഡ്സ് ആണ്, കുരിശ് യുദ്ധങ്ങൾ. ക്രൂസൈഡ്സിന് ശേഷം അവിടെ എന്തുണ്ടാവാണ്? ആഫ്റ്റർ ദ ക്രൂസൈഡ് ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഗെറ്റ് സ്ട്രെങ്തൻഡ്, അല്ലെ? ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തതായിട്ട് പറയുന്നത് ബ്ലാക്ക് ഡെത്ത്, ബിബിയോണിക് പ്ലേഗ് എന്ന് പറയുന്ന ഒരു കറ്റാസ്ട്രോഫിക് ഡിസീസ് ആണ്. ആ ഡിസീസ് വന്നതോടുകൂടെ ജനങ്ങൾ അവന്റെ ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നാലാമതായിട്ട് പറയുന്നത് ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്? യെസ്, ടർക്സ്, അല്ലെ? അപ്പൊ ടർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടെ അവിടുത്തെ സ്കോളേഴ്സ് എല്ലാവരും, പണ്ഡിതന്മാരെല്ലാവരും ഇറ്റലിയിലേക്ക് വരികയാണ്. അങ്ങനെ ഇറ്റലി ഒരു സമ്പന്നമായ രാഷ്ട്രമായി മാറുകയാണ്. അതോടുകൂടെ അവര് സാംസ്കാരികമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെ? അവരുടെ പൈസ ഉപയോഗിച്ചിട്ട് അവരവരുടെ നഷ്ടപ്രതാപത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ഏത് കാലത്തുള്ള? ഗ്രീക്കോ റോമൻ പീരീഡിലുള്ള ആ ഒരു സുവർണ കാലഘട്ടത്തെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ മാറ്റം നമുക്ക് എവിടെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഈ ചേഞ്ചസ് നമുക്ക് മെയിൻലി നോട്ടഡ് ഇൻ ഏതൊക്കെ ഫീൽഡിലാണ്? ആർട്ട്, then literature, then in sculpture, then in architecture. Architecture, art, literature, sculpture, architecture, then in history, ചരിത്രം. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പാഠത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തി. കുറച്ച് കാര്യങ്ങളും കൂടിയേ പഠിക്കാനുള്ളൂ. ഓക്കെ, എന്താണ്? ശാസ്ത്രവും മതവും, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം ആർട്ട് പഠിക്കുമ്പോൾ അവിടെ മനുഷ്യന് ഇമ്പോർട്ടൻസ് വന്നു. ലിറ്ററേച്ചർ പറയുമ്പോഴും മനുഷ്യന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള കഥകളും സാഹിത്യങ്ങളും കവിതകളും ഒക്കെ രചിക്കാൻ തുടങ്ങി. മനുഷ്യൻ അവന്റെ ഫീലിങ്സുകൾ അവൻ എങ്ങനെയാണ് ഓരോന്നിലും പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ. അപ്പൊ ആരൊക്കെയാണ്? വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ, ഡിവൈൻ കോമഡി, ഡാൻഡെ, ബൊക്കാഷിയോ, ഡെക്കാമറൻ, ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇങ്ങനെയുള്ള കുറെ പുസ്തകങ്ങളും അവരുടെ എഴുത്തുകാരന്മാരും നിങ്ങൾ പഠിച്ചു. പിന്നെ ഒരു ലേഡിയാണ് ആരായിരുന്നു ആ ലേഡി എന്ന് പറയുന്നത്? കസാൻഡ്ര ഫിഡല്ലേ. ഓക്കെ, വിമൻ എംപവർമെന്റിന് വേണ്ടി വാദിച്ച ഒരു ലേഡി ആയിരുന്നു. സ്കൾപ്ചറിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? പിയാത്തെ, ഡാവിഡ്, ഗട്ടമലാട്ട. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു 3 ടേം ഉണ്ട്. എന്തൊക്കെയാണ്? ദ റിനൈസൻസ് കാലഘട്ടത്തില് ഇവരെല്ലാവരും ആർട്ടിസ്റ്റ് ആയാലും സാഹിത്യകാരന്മാരായാലും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനൊക്കെയാണ്? ഇൻഡിവിജ്വൽ ലിബർട്ടി. ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. രണ്ടാമത് എന്താണ്? സെക്യുലറിസം. എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിന്റെ ബേസിലാണ്? സെക്യുലറിസം. ഓക്കെ, മൂന്നാമത് എന്താണ്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ്? മാനവികതാവാദികൾ,
റിനൈസൻസ് കാലഘട്ടത്തിൽ പ്രാധാന്യം നൽകിയത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതരത്തിനും മാനവികതയ്ക്കും ആയിരുന്നു. അപ്പം അത് തുടക്കം കുറിച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതൊരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആളുകളുടെ പേരും അവരുടെ രചനകളും അവരുടെ ചിത്രങ്ങളും എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ഈ പേര് പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗം എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഈ പേരിട്ട് വിളിച്ചോ നാളെ കാണുമ്പോൾ. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പേരുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. ഇറ്റാലിയൻ സിറ്റീസ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളത് ഒന്ന് ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതുവരെയുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്വിക്ക് റിവിഷനിലൂടെ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആവും വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടേതായ വായനകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ താങ്ക് യു എവ്രി വൺ.